Hi learners, welcome to I Plus Training Solutions. ഇപ്പോൾ നമ്മളുടെ NTA UGC Net Commerce യൂണിറ്റ് 10 ഇൻകം ടാക്സ് എന്ന് പറയുന്ന നമ്മുടെ 10ാമത്തെ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻകം ടാക്സിൽ ക്ലബിംഗ് എന്ന് പറയുന്നത്. ക്ലബിംഗിന്റെ പ്രൊവിഷൻസ് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കണം. എല്ലാ വർഷവും എക്സാമിന് ക്ലബിംഗിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ഇത് നമ്മുടെ നെറ്റ് എക്സാമിന് മാത്രമല്ല, മറ്റ് പല കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും, അതായത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് പല കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്ലബിംഗ് ഓഫ് ഇൻകം. നമുക്കറിയാം എന്താണ് ക്ലബിംഗ് എന്നറിയാം അല്ലെ. ക്ലബിംഗ് സെക്ഷൻ 60 to 65 വരെയാണ് ക്ലബിംഗിന്റെ പ്രൊവിഷൻസ് പറയുന്നത്. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ when the income of another person is included in your income and taxed in your hands, then such a situation is called clubbing of income. അതായത് മറ്റൊരാളുടെ ഇൻകം നമ്മളുടെ ഇൻകവുമായിട്ട്, അതായത് മറ്റൊരാളുടെ ഇൻകം അസസിയുടെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്ത് അസസിയെ ടാക്സബിൾ ആക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്ലബിംഗ് എന്ന് പറയാം അല്ലെ. മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് ഡീംഡ് ഇൻകം എന്നായിരിക്കും പറയുന്നത്. ഇൻകം ക്ലബ്ഡ് ഇൻ യുവർ ഇൻകം ഈസ് കോൾഡ് ഡീംഡ് ഇൻകം. മറ്റൊരാളുടെ ഇൻകം ആണ് നമ്മുടെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുന്നതെങ്കിൽ അത് ഡീംഡ് ഇൻകം ആയിരിക്കും. നമുക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ മൈനർ ചൈൽഡിന്റെ ഇൻകം. ഇപ്പൊ ഒരു മൈനർ ചൈൽഡിന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൈനർ ചൈൽഡിനെ ടാക്സബിൾ ആക്കത്തില്ല, പകരം ആ ഇൻകം പേരന്റിന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യും. അപ്പൊ ആ പേരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ ഡീംഡ് ഇൻകം അല്ലെ. അപ്പൊ അവിടെ ക്ലബിംഗ് പ്രൊവിഷൻസ് ആണ് വേണ്ടത്. അപ്പൊ എന്താണ് ക്ലബിംഗിന്റെ മറ്റ് പ്രൊവിഷൻസ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ കൂടെ ഒന്ന് പഠിക്കാം. So the provisions of clubbing of income are applicable only to individuals and no other type of assessee. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഈ ക്ലബിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് മാത്രമേ ആപ്ലിക്കബിൾ ആകൂ, മറ്റൊരു ടൈപ്പ് അസസിക്കും ആപ്ലിക്കബിൾ ആകില്ല. ഇൻഡിവിജ്വൽസിന് മാത്രമേ ആപ്ലിക്കബിൾ ആകൂ. അതായത് മറ്റൊരാളുടെ ഇൻകം ഇൻഡിവിജ്വൽസിന്റെ ഇൻകത്തിന്റെ കൂടെ മാത്രമേ ക്ലബ് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഒരു കമ്പനി ഒരിക്കലും മറ്റൊരു ആളുടെ ഇൻകം കമ്പനിയുടെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യില്ല. അല്ലെങ്കിൽ HUF മറ്റൊരാളുടെ ഇൻകം HUFന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുന്നില്ല. ക്ലബിംഗ് നടക്കുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഇൻകവുമായിട്ട് മാത്രമായിരിക്കും. മറ്റൊരാളുടെ ഇൻകം ഇൻഡിവിജ്വലിന്റെ, നമ്മൾ പഠിച്ചിട്ടില്ലേ പേഴ്സൺ എന്ന് പഠിച്ചിട്ടില്ലേ. പേഴ്സൺ ആരൊക്കെ വരും എന്നുള്ള കാര്യം നമ്മൾ ഇൻകം ടാക്സിൽ പഠിക്കുന്നതാണ്. പേഴ്സൺ എന്നൊരു ഡെഫിനിഷൻ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അവിടെ ഇൻഡിവിജ്വൽ വരും, HUF വരും, ഫേം വരും, AOP, BOI, ഇങ്ങനെ കുറെ ആളുകൾ നമ്മുടെ പേഴ്സണിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതിലൊന്നാണ് ഇൻഡിവിജ്വൽ. ഈ ഇൻഡിവിജ്വൽസിന്റെ കേസിലെ ക്ലബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് നോക്കാം ക്ലബിംഗിന്റെ ഓരോ പ്രൊവിഷൻസിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതൊരു എക്സാമിനും പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 60 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു അസറ്റിന്മേലുള്ള ഇൻകം മാത്രം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ആ അസറ്റിന്മേലുള്ള ഇൻകം മാത്രം നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ആരാണോ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി, ആ വ്യക്തിയുടെ ഇൻകവുമായിട്ട് തന്നെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്. നമുക്കതിന് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റ് കിട്ടും. ഞാൻ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ തന്നെ കിടക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നു, നിങ്ങൾ വാങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം ഞാൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നു, എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് മാസാമാസം കിട്ടുന്ന റെന്റ് നിങ്ങൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ആ റെന്റ് വാങ്ങുന്നതും എൻ്റെ ഫ്രണ്ടാണ്, ഞാനത് വാങ്ങുന്നില്ല. പക്ഷെ ആ പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ തന്നെ കിടക്കുകയല്ലേ. അപ്പൊ ഞാൻ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അതിൽ നിന്നുള്ള ഇൻകം മാത്രമേ ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലും ആ ഇൻകം ആക്ച്വലി റിസീവ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും അത് എൻ്റെ ഇൻകവുമായിട്ട് തന്നെ ക്ലബ് ചെയ്യും. കാരണം ഞാനാണ് ട്രാൻസ്ഫറർ എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി എൻ്റെ ആണ്, ഞാൻ ഓൺ ചെയ്യുന്നതാണ്, അത് ആ ഇൻകം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഞാനാണ്. സോ ട്രാൻസ്ഫററുടെ ഇൻകവുമായിട്ട് തന്നെ ആയിരിക്കും ആ ഒരു ഇൻകവും ക്ലബ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. എൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്ത് ഞാൻ തന്നെ അതിന് ടാക്സ് കൊടുക്കണം. ഇങ്ങനെ ക്ലബിംഗ് ഒക്കെ എന്തിനാ നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇൻകം ടാക്സിൽ പല ലൂപ്പ് ഹോളുകളിൽ കൂടെയൊക്കെ ടാക്സ് വെട്ടിക്കാൻ ആളുകൾ നോക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ
കിട്ടുന്ന ഇപ്പോ ഞാനൊരു ഹയർ ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പൊ എനിക്ക് എന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകവും കൂടെ എന്റെ ഇൻകവുമായിട്ട് കൂട്ടിയാൽ ഞാനൊരു ഭയങ്കര ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്റെ ടാക്സ് ലയബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഞാൻ എന്റെ പേരിൽ വാങ്ങാതെ മറ്റൊരാളുടെ പേരിൽ വാങ്ങുന്നു, മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ വ്യക്തി ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടാത്തൊരു വ്യക്തി ആയിരിക്കും. അപ്പൊ അങ്ങനെ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും അങ്ങനെ കൊടുത്തു പോലും ടാക്സ് വെട്ടിക്കാതിരിക്കാൻ ഗവൺമെന്റ് ക്ലബിംഗ് പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രോപ്പർട്ടി എന്റെ പേരിൽ തന്നെ കിടക്കുന്നതായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഇൻകം ഞാൻ മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ പോലും ആ ഇൻകം എന്റെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കി എന്റെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യപ്പെടും. അപ്പോൾ ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ക്ലബ് ചെയ്യപ്പെടും. ഇപ്പൊ സെക്ഷൻ 60 ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ അസറ്റിന് മുകളിലുള്ള ഇൻകം മാത്രം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി തന്നെ അതിന് ടാക്സ് കൊടുക്കണം. ആ വ്യക്തിയുടെ ഇൻകമായിട്ട് തന്നെ ആയിരിക്കും പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകവും കണക്കാക്കുന്നത്. ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അത് ആഡ് ചെയ്യപ്പെടും. അതിന് ട്രാൻസ്ഫറർ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. 61 സെക്ഷൻ 61 റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുമെന്നൊരു കണ്ടീഷനോട് കൂടി നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു അസറ്റ് ഉണ്ട്, ഞാൻ ആ അസറ്റ് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നത് എന്താണ്, ഒരു 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇതിന് തിരിച്ചെടുക്കും. അങ്ങനെ റിവോക്ക് ചെയ്യും എന്നൊരു കണ്ടീഷനോട് കൂടിയാണ് ട്രാൻസ്ഫർ നടന്നതെങ്കിൽ ആ സിറ്റുവേഷനിലും ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും ട്രാൻസ്ഫറുടെ ഇൻകവുമായിട്ട് തന്നെ ക്ലബ് ചെയ്യും. അതായത് അസറ്റ് ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്, ആരാണോ ഓൺ ചെയ്തത്, ആ വ്യക്തിയുടെ ഇൻകവുമായിട്ട് തന്നെ ആ അസറ്റിൽ മേൽ കിട്ടുന്ന ഇൻകത്തിനെയും ക്ലബ് ചെയ്യപ്പെടും. അതായത് ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഒരു കണ്ടീഷൻ വെക്കുന്നു, 2 വർഷം കഴിഞ്ഞാൽ ഇതിന് തിരിച്ചെടുക്കും. അങ്ങനെ ഒരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ് നടന്നതെങ്കിൽ ആ കൊടുത്ത പ്രോപ്പർട്ടിയിൽ നിന്ന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയാലും അത് എനിക്ക് കിട്ടിയ ഇൻകമായിട്ട് തന്നെ കണക്കാക്കും. ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യപ്പെടും. അതിന് ട്രാൻസ്ഫറർ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇനി നമുക്ക് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 ആണ്. സ്പൗസ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ വെയർ ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പൗസസ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ വെയർ ദ ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അതായത് ഈ ഇൻഡിവിജ്വലിന്, അതായത് ടാക്സ് പെയർ ആണ്, ടാക്സ് പെയർക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫേമിൽ ഈ ടാക്സ് പെയറുടെ സ്പൗസ് ജോലി ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഈ വ്യക്തിയുടെ സ്പൗസ് ജോലി ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫേമിൽ ഈ വ്യക്തിയുടെ സ്പൗസ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്പൗസിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടിയാൽ ആ റെമ്യൂണറേഷൻ ഈ ടാക്സ് പെയറുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യപ്പെടും. അതിന് പക്ഷേ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. സോ നമുക്കിപ്പോ ഒരു എക്സാമ്പിളിൽ കൂടി പറയാം. എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വൈഫാണ് ബി. സോ ഇവരൊരു ABC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ സ്പൗസ് ജോലി ചെയ്യുന്നുണ്ട്, അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 20% മുകളിൽ അല്ലെങ്കിൽ ഒരു 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിനെ പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന വ്യക്തിക്ക് ABC ലിമിറ്റഡ് കമ്പനിയുടെ കുറച്ച് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 50% ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 40% ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എക്ക് ഈ ഒരു കമ്പനിയിലുണ്ട്. ഇനി എയുടെ വൈഫാണ് ബി. എയുടെ വൈഫാണ് ബി. ഈ ബിയെ ഈ കമ്പനിയിൽ ജോലിക്ക് എടുത്തു, അക്കൗണ്ടന്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു ജോലിക്ക് എടുത്തെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബിക്ക് ഇവിടുന്ന് മാസം സാലറി കിട്ടും, 50,000 രൂപ സാലറി കിട്ടും. ഇങ്ങനെ സ്പൗസിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ഈ എയുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യപ്പെടും. ഓക്കെ, എയുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യപ്പെടും. അതാണ് നമ്മുടെ ഈ ഒരു ക്ലബിങ്ങിൽ പറയുന്നത്. അതായത് സ്പൗസസ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ വെയർ ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സ്പൗസസ് റെമ്യൂണറേഷൻ, ബിയുടെ റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ വെയർ ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഈ ഇൻഡിവിജ്വലിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫേമിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സ്പൗസിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടിയാൽ ഈ കിട്ടുന്ന റെമ്യൂണറേഷൻ ഇദ്ദേഹത്തിന്റെ ഇൻകമായിട്ട് കണക്കാക്കി ഇദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ നമുക്ക് പറയാം.
ഇറ്റ് ഈസ് നോട്ട് ക്ലബ്ഡ് ഇഫ് സ്പൗസ് പൊസസ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അതായത് ഈ സ്പൗസിന് ഈ ജോലി കിട്ടിയത് ഈ സ്പൗസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ക്ലബ്ബ് ചെയ്യത്തില്ല. ഈ സ്പൗസിന് കിട്ടുന്ന റെമ്യൂണറേഷൻ സ്പൗസിന്റെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കി ഇവർ തന്നെയായിരിക്കും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ഈ സ്പൗസ് തന്നെ. ഇറ്റ് മേ ബി ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ ഇത് വൈഫും ഇത് ഹസ്ബൻഡും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി തന്നെ ആയിരിക്കും ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഈ ബിക്ക് ഇവിടെ ജോലി കിട്ടിയത് ബിയുടെ സ്വന്തം കഴിവുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ, അതിനുള്ള ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലും എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ക്വാളിഫിക്കേഷനും ഒക്കെ ഈ സ്പൗസിനുണ്ടെങ്കിൽ സ്പൗസിന് കിട്ടിയ റെമ്യൂണറേഷൻ സ്പൗസിന്റെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. ദർ ഇസ് നോ ക്ലബിംഗ്. പക്ഷേ ഈ ബിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, പക്ഷെ ഇവിടെ ജോലി കിട്ടി. എന്തുകൊണ്ടാ? എക്ക് ആ കമ്പനിയിൽ നല്ലൊരു ഷെയർ ഉള്ളത് കൊണ്ട്. അങ്ങനെയാണ് കിട്ടിയതെങ്കിലാണ് ക്ലബ്ബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു സ്പൗസ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇനി ഇതേപോലെ തന്നെ സ്പൗസിന് നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ സ്പൗസിന് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി വൈഫിന്റെ പേരിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ അതിന് തിരിച്ച് കൺസിഡറേഷൻ ഒന്നും വാങ്ങിയില്ല, പൈസ ഒന്നും വാങ്ങാതെ ഹസ്ബൻഡിന്റെ പേരിൽ കിടന്ന പ്രോപ്പർട്ടി വൈഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെ സ്പൗസിന് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. ഇപ്പൊ ഹസ്ബൻഡിന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി വൈഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, അപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ തിരിച്ചു വാങ്ങാതെയാണ് ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്ത് ഇൻകം കിട്ടിയാലും അത് ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്. അതിനും എക്സെപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫർ നടന്നത് ഡിവോഴ്സ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ ക്ലബ്ബ് ചെയ്യത്തില്ല. നമുക്കറിയാം, ഡിവോഴ്സ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് കോർട്ട് പറയും എന്തെങ്കിലും പ്രോപ്പർട്ടി ഹസ്ബൻഡ് വൈഫിന് കൊടുക്കാനൊക്കെ പറയാറുണ്ട്. അങ്ങനെ കൊടുത്ത പ്രോപ്പർട്ടി ആണെങ്കിലൊന്നും ക്ലബ്ബ് ചെയ്യത്തില്ല. അങ്ങനെയാണ് ആ പ്രോപ്പർട്ടി കൊടുത്തതെങ്കിൽ പിന്നീട് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം വൈഫിന്റെ ഇൻകം ആയിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുന്നത്. ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ്ബ് ചെയ്യില്ല. അതേപോലെ മാരേജിന് മുൻപേ നടന്ന ട്രാൻസ്ഫർ ആണെങ്കിലും ഈ ക്ലബിംഗ് ആപ്ലിക്കബിൾ ആകത്തില്ല. മാരേജിന് മുന്നേ ആണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നതെങ്കിലും ക്ലബിംഗ് ആപ്ലിക്കബിൾ ആകത്തില്ല. മാരേജിന് ശേഷമാണെന്നുണ്ടെങ്കിൽ സ്പൗസിന്റെ പേരിലേക്ക് അല്ലെങ്കിൽ സ്പൗസിന് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു വിതൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വ്യക്തി, ട്രാൻസ്ഫറുടെ ഇൻകവുമായിട്ട് തന്നെ ക്ലബ്ബ് ചെയ്യപ്പെടും. ട്രാൻസ്ഫറർ അതിന് ടാക്സ് കൊടുക്കേണ്ടിയും വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു സൺസ് വൈഫ് വിതൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഒന്നും വേറെ ഒന്നും പഠിച്ചു വെക്കാനില്ല. നമ്മൾ പറഞ്ഞില്ലേ, ആഡിക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങാതെ സ്പൗസിന് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ സൺസ് വൈഫ് അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയ്ക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകന്റെ വൈഫിന് ഡോട്ടർ ഇൻ ലോയ്ക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു വിതൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിലും ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് തന്നെയായിരിക്കും ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ചാർജ് ചെയ്യപ്പെടുന്നത്. ആ പ്രോപ്പർട്ടി നമ്മൾ ഡോട്ടർ ഇൻ ലോയ്ക്ക് സണ്ണിന്റെ വൈഫ് അല്ലേ, ഡോട്ടർ ഇൻ ലോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോഴും ഇനി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡോട്ടർ ഇൻ ലോയ്ക്കാണ് ഇൻകം കിട്ടുന്നതെങ്കിൽ പോലും ആ ഇൻകം നമ്മുടെ ടാക്സ് പേയറുടെ അല്ലെങ്കിൽ ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു എനി പേഴ്സൺ ഓർ AOP ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. ഇതും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും എനി പേഴ്സൺ ഓർ AOP വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരു ടാക്സ് പേയർ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഒരു AOPക്കോ എനി പേഴ്സൺ, ആ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആർക്കാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിലും ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ക്ലബ്ബ് ചെയ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു എനി പേഴ്സൺ ഓർ AOP ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. ഇപ്പൊ നമ്മൾ വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നു. അതേപോലെ തന്നെ സൺസ് വൈഫ് അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ എനി പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് പ്രകാരമുള്ള പേഴ്സൺ ആണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോഴും ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കപ്പെടും. ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ്ബ് ചെയ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്.
എക്സാമിന് കൂടുതലും ചോദിക്കുന്നത് ഈ സ്പൗസിന്റെ റെമ്യൂണറേഷൻ, അതായത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഫേമിൽ നിന്ന് സ്പൗസിന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതേപോലെ മൈനർ ചൈൽഡിന്റെ ഇൻകം, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലബിംഗ് പ്രൊവിഷൻ, ഇതൊക്കെയാണ് എക്സാമിന് എടുത്ത് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊവിഷൻസും എക്സെപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മൈനർ ചൈൽഡ് അല്ലെ. അപ്പൊ ഇനി മൈനർ ചൈൽഡിന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടി, മൈനർ ചൈൽഡിന് ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനർ ചൈൽഡിന്റെ ഇൻകം ആരുടെ ഇൻകത്തിന്റെ കൂടെയാ ക്ലബ് ചെയ്യണ്ടേ? അച്ഛന്റെ ആണോ അമ്മയുടെ ഇൻകത്തിന്റെ കൂടെയാണോ? ആരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യണം? അങ്ങനെ മൈനർ ചൈൽഡിന് ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആരാണോ ഹയസ്റ്റ് ഇൻകം ഏൺ ചെയ്യുന്നത്, അച്ഛനാണോ അമ്മയാണോ, ആർക്കാണോ ഹയസ്റ്റ് ഇൻകം, അതായത് മൈനർ ചൈൽഡിന്റെ ഇൻകം കൂട്ടാതെ നോക്കുമ്പോൾ ഹയസ്റ്റ് ഇൻകം ഉള്ള ആരാണോ ആ വ്യക്തിയുടെ ഇൻകവുമായിട്ടായിരിക്കും ഈ ഒരു മൈനർ ചൈൽഡിന്റെ ഇൻകത്തിനെ ക്ലബ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫാദറും മദറും എടുക്കാം അല്ലെ. ഫാദറും ഉണ്ട് മദറും ഉണ്ട്. ഇനി ഇതൊരു മൈനർ ചൈൽഡ് ആണ്. മൈനർ ചൈൽഡിന് ഇൻകം കിട്ടുന്നുണ്ട്. ഇനി ഫാദറിന്റെ ഇൻകം ഒരു വർഷം 10 ലക്ഷം രൂപയാണ്, മദറിന്റെ ഇൻകം ഒരു വർഷം 12 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം ആരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും? ഈ മദറിന്റെ ഇൻകത്തിന്റെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലബിങ്ങില് ഇത്രയേ ഉള്ളൂ. മൈനർ ചൈൽഡിന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യേണ്ടത് ഫാദർ ഓർ മദർ ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ. ആരുടെ ഇൻകം ആണോ ഗ്രേറ്റർ അല്ലെങ്കിൽ കൂടിയ ഇൻകം ആരാണോ ആ ആളുടെ ഇൻകത്തിന്റെ കൂടെ വേണം മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യാൻ. മൈനർ ചൈൽഡിന്റെ ഇൻകം പേരന്റിന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ എക്സംഷൻ കിട്ടും. ഒരു ചൈൽഡിന് 1500 രൂപ നമുക്ക് എക്സംഷൻ ആയിട്ട് അലൗ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മൈനർ ചൈൽഡിന്റെ ഇൻകത്തിനും കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇൻകം മൈനർ ചൈൽഡിന് കിട്ടുന്നത് എന്തെങ്കിലും ഒരു സ്കില്ലോ ടാലന്റോ സ്പെഷ്യലൈസ്ഡ് നോളജോ ഒക്കെ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അവിടെ ഇത് പേരന്റിന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യില്ല. അതായത് ഇപ്പോൾ സിംഗർ, ചൈൽഡ് ആക്ടേഴ്സിനെയൊക്കെ നമുക്ക് കാണാം, കൊച്ചുകുട്ടികൾ ആക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തം സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ഇൻകം ആണ്. അങ്ങനെ ഇൻകം കിട്ടുകയാണെങ്കിൽ അത് പേരന്റിന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യില്ല, അത് എക്സെപ്ഷൻ ആണ്. അതേപോലെ തന്നെ ഡിസേബിൾഡ് ചൈൽഡ് ആണെങ്കിലും നമ്മളുടെ ഈ ഒരു പേരന്റിന്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ മൈനർ ചൈൽഡിന്റെ ഇൻകത്തിന്റെ ക്ലബിങ്ങിൽ വരുന്ന എക്സംഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി പേരൻസ് സെപ്പറേറ്റഡ് ആണെങ്കിൽ ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യുന്നത് ആരാണോ ആ ചൈൽഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ പേരന്റിന്റെ ഇൻകവുമായിട്ടായിരിക്കും ക്ലബ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇൻടു HUF പ്രോപ്പർട്ടി വിതൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി HUFന്റെ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്, എന്റെ സ്വന്തം പേരിൽ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. ഞാൻ എന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി HUFന്റെ പ്രോപ്പർട്ടി, ഇപ്പൊ ഞാൻ ഒരു HUFലെ മെമ്പർ ആണെന്ന് ഇരിക്കട്ടെ, അപ്പൊ ഞാൻ എന്റെ സ്വന്തം പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി HUFന്റെ പ്രോപ്പർട്ടി ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു. ഞാൻ ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഒന്നും അതിന് വാങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം HUFന്റെ ഇൻകമായിട്ടല്ല കണക്കാക്കുന്നത്, എന്റെ സ്വന്തം ഇൻകമായിട്ട്, ആ ഇൻഡിവിജ്വൽ മെമ്പറുടെ ഇൻകമായിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുന്നതും. എന്റെ ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ കൂടെ അത് ആഡ് ചെയ്യപ്പെടും. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആ ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് ടാക്സബിൾ ആകും. അവിടെ HUF അതിന് ടാക്സബിൾ ആകുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇൻടു HUF പ്രോപ്പർട്ടി വിതൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇത്രയാണ് നമ്മളുടെ ഇൻകം ടാക്സിൽ ക്ലബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്